വളരെ വിചിത്രമായൊരു ബില്ലാണ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത്. 3 ബില്ലിലൂടെ ഭരണഘടനാ ഭേദഗതി വരുത്തിക്കൊണ്ട് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, മന്ത്രിമാർ ഇവരെ അറസ്റ്റ് ചെയ്യപ്പെട്ട് 30 ദിവസത്തിനുള്ളിൽ 30 ദിവസം കഴിഞ്ഞ് ജാമ്യം കിട്ടിയില്ലെങ്കിൽ, അതായത് പുറത്തിറങ്ങി ജയിലിൽ കിടന്നാൽ പുറത്താക്കാനുള്ള ഒരു ബില്ലാണ്. പക്ഷേ ഈ ബില്ല് ഇവർ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ മന്ത്രിസ്ഥാനം റീഇൻസ്റ്റേറ്റ് ചെയ്യാനുള്ള വ്യവസ്ഥയുണ്ടോ ഈ ബില്ലിൽ? അവർ കസ്റ്റഡിയിൽ നിന്ന് പുറത്തിറങ്ങിയാണെങ്കിൽ അവർക്ക് വീണ്ടും മന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിട്ടോ നിയോഗിക്കുന്നതിന് നിയമമായി തടസ്സമില്ല എന്നുള്ളത് തന്നെ ഒരു ഓപ്ഷൻ ഈ ബില്ലിൽ പറയുന്നുണ്ട്. മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ഒരു മന്ത്രിസഭ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, സംസ്ഥാന മന്ത്രിസഭകൾ പരിശോധിക്കുകയാണെങ്കിൽ, ഈ ഇ.ഡി. കേസ് പ്രധാനപ്പെട്ട എല്ലാ മന്ത്രിമാർക്കെതിരെയും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാർക്കെതിരെയും ഉണ്ടായിരുന്നു. ഹേമന്ത് സോറൻ അദ്ദേഹം ജയിലിൽ പോവുകയും പിന്നീട് രാജിവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ മറ്റൊരു മുഖ്യമന്ത്രിയായിട്ട് നമ്മൾ ശ്രദ്ധേയമായിട്ടുള്ളത് അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യത്തിലാണ്. അരവിന്ദ് കെജ്രിവാൾ 5 മാസം ജയിലിൽ കിടന്നിട്ടും അദ്ദേഹം രാജിവെച്ചിരുന്നില്ല. കാരണം അന്ന് ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരുന്നത് ഇതൊരു കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമായിട്ട് തന്നെ അരവിന്ദ് കെജ്രിവാൾ ജയിലിലിരുന്ന് ഭരിക്കട്ടെ എന്ന് തന്നെയായിരുന്നു. പക്ഷേ അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കാര്യം സെക്രട്ടേറിയറ്റിൽ എത്താൻ പറ്റുന്നില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്താൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിലൊക്കെയാണ് പിന്നീട് ജാമ്യം ലഭിച്ചപ്പോൾ പോലും പറഞ്ഞിരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്നത് ഈ ആം ആദ്മി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കും, അതുവഴി ഈ സംസ്ഥാന സർക്കാരിനെ തകർക്കാം എന്നായിരുന്നു കരുതിക്കൂട്ടിയിരുന്നത്. പക്ഷേ ആം ആദ്മി അങ്ങനെ ഒരു നിലപാടെടുത്തോടുകൂടി പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ തന്നെയായിരുന്നു. പിന്നീട് ഈ ഒന്നുകിൽ അരവിന്ദ് കെജ്രിവാൾ രാജിവെക്കുക, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇക്കാര്യങ്ങൾ പ്രചരണം നടത്തുക എന്നുള്ളത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം ജയിലിൽ നിന്നിറങ്ങി ആഴ്ചകൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം അധിഷ്ഠിക്ക് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഒരു പ്രധാനപ്പെട്ട നിയമത്തിന് ന്യൂനതയായി അന്ന് BJP പല വാർത്താ സമ്മേളനങ്ങളും ചൂണ്ടിക്കാണിച്ചത് ഈ തരത്തിലുള്ള ഒരു നിയമമില്ലാത്തതാണ്. അതായത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാർ അകത്തു പോയാൽ അവർ ഉള്ളിൽ നിന്ന് ഭരിക്കുക എന്നുള്ള ഒരു സംവിധാനം ഒരിക്കലും പ്രാവർത്തികമല്ല. പ്രത്യേകിച്ച് ഈ ബാലാജിയുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ വൈദ്യുതി വകുപ്പ് അടക്കം എടുത്തു മാറ്റിയെങ്കിലും ഒരു മന്ത്രി പദവി എടുത്തു മാറ്റിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ വേണ്ട രീതിയിൽ കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും മാത്രമല്ല, ഈ അറസ്റ്റ് തന്നെ ഈ BJP കേന്ദ്ര സർക്കാരിനെതിരെ ഉള്ള ഒരു വലിയൊരു രാഷ്ട്രീയ പോരാട്ടമായി ഈ എല്ലാ പാർട്ടികളും, ഈ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ തരത്തിലുള്ള ഒരു ബില്ല് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ബില്ല് ഏതായാലും പെട്ടെന്ന് പാസ്സാക്കാൻ പോകുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഒരു സന്ദേശം ഈ പ്രതിപക്ഷം അധികാരത്തിലിരിക്കുന്ന പാർട്ടികൾക്ക് നൽകുക എന്നുള്ളത് തന്നെയാണ് കാര്യം. നിരവധി കേസുകൾ ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹത്തിന്റെ കേസുകൾ അദ്ദേഹത്തിന്റെ പ്രതിപട്ടികയിൽ നിന്ന് മാറ്റിയെങ്കിൽ പോലും വീണ്ടും ആ കേസ് അതിന് അപ്പീൽ, CBIയുടെ അപ്പീൽ ഇപ്പോഴും സുപ്രീം കോടതിയിൽ തന്നെ കിടക്കുകയാണ്. CBI സമർപ്പിച്ചിരിക്കുന്ന അപ്പീലാണ്. മമതാ ബാനർജിക്കെതിരെ കേസുണ്ട്, ഹേമന്ത് സോറിനെതിരെ കേസുണ്ട്. അങ്ങനെ നിരവധി പ്രതിപക്ഷ നേതാക്കന്മാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്കെതിരെയും മറ്റു മന്ത്രിമാർക്കെതിരെയും കേസുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ നൂലാമാലയിൽ പിടിച്ചുകൊണ്ട് തന്നെ അവർ അറസ്റ്റിലായാൽ പോലും ജയിലിൽ കഴിയാതെ അവരെ പുറത്താക്കാൻ വേണ്ടിയുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാക്കൾ വ്യക്തമാക്കുന്നത്. നോക്കൂ സുമോദ്, അങ്ങനെ ഒരു സെനാരിയോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ അപൂർവമാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടേതല്ലാത്ത വേറൊരു പാർട്ടി ഒരു സംസ്ഥാനം ഭരിക്കുകയാണെന്നിരിക്കട്ടെ, അവരവിടെ പ്രധാനമന്ത്രിക്കെതിരെ ഒരു FIR ഇട്ടു, ഗുരുതര സ്വഭാവമുള്ള ഒരു FIR ഇട്ടു. അതുണ്ടാക്കുന്നൊരു ഭരണഘടനാ പ്രതിസന്ധി എത്രയായിരിക്കും ഈ ബില്ല് പ്രകാരം? കാര്യം, ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരെ കേസെടുത്താൽ പോലും അത് ഒരു കാരണവശാലും അത് നിലവിലൊരു സാഹചര്യത്തിൽ അതൊരു അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ ഒരു 3 മാസത്തെ ജാമ്യം കിട്ടാത്ത ഒരു പ്രശ്നമായി സാധാരണ ഇതുവരെ വരുന്നില്ല എന്നുള്ള ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ബില്ലുമായി അവർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അജിംസ് പറഞ്ഞ പോലെ തന്നെ സാധ്യതകൾ പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ നിരവധി നിയമപ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ബില്ല് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു കൃത്യമായ ഒരു ആലോചനയില്ലാതെ ഒരു പ്രതിപക്ഷം ഭരിക്കുന്ന പാർട്ടികളെ ഒരു കുരുക്കാൻ വേണ്ടി മാത്രം ഇത്തരത്തിലുള്ളൊരു ബില്ല് കൊണ്ടുവരരുത് എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കന്മാർ നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാര്യം, ഏതെങ്കിലും
എന്തെങ്കിലും ഒരു ഭരണ ഭേദഗതി വന്നു കഴിയുമ്പോൾ ഒരു വാക്ക് മാറ്റണമെങ്കിൽ പോലും ദിവസങ്ങളോളം ചർച്ച ചെയ്യുന്ന ഒരു സഭയാണ് നാം കാണുന്നത്. ആ സമയത്താണ് പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ എംപിമാർക്ക് ഒരു പഠിക്കാനോ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവലോകനം ചെയ്ത് സഭയിൽ സംസാരിക്കാനോ പോലും അവസരം കിട്ടാത്ത തരത്തിൽ ഒരു പൊടുന്നനെ ഒരു ആറ്റം ബോംബ് എന്ന തരത്തിൽ തന്നെ ഈ ബില്ല് കൊണ്ടുവരുന്നത്.